രണ്ട് രാജാക്കന്മാർ. അധ്യായം 15. ഇസ്രായേൽ രാജാവായ യൊറബെയാമിന്റെ 27-ാം ആണ്ടിൽ യഹൂദ രാജാവായ അമസ്യാവിന്റെ മകൻ അസര്യാവ് രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 16 വയസ്സായിരുന്നു. അവൻ 52 സംവത്സരം യെരൂശലേമിൽ വാണു. യെരൂശലേംകാരത്തിയായ അവന്റെ അമ്മയ്ക്ക് യെഖോല്യ എന്നു പേർ. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലെ ഒക്കെയും യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. എങ്കിലും പൂജാരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാരിയുടെ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. എന്നാൽ യഹോവ ഈ രാജാവിനെ ബാധിച്ചു. അവൻ ജീവവരുന്ന കുഷ്ഠരോഗിയായി ഒരു പ്രത്യേക ശാലയിൽ പാർത്തിരുന്നു. രാജകുമാരനായ യോഥാം രാജധാനിക്ക് വിചാരകനായ ദേശേന ജനത്തിൽ ന്യായപാലനം ചെയ്തു. അസര്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തു നോക്കിയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുള്ളൂ. അസര്യാവ് തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവർ അവനെ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അടക്കം ചെയ്തു. അവന്റെ മകനായ യോഥാം അവന് പകരം രാജാവായി. യഹൂദ രാജാവായ അസര്യാവിന്റെ 32-ാം ആണ്ടിൽ യൊറബെയാമിന്റെ മകനായ സെഖര്യാവ് ഇസ്രായേലിന്റെ രാജാവായി. ശമര്യയിൽ 6 മാസമാണ്. അവൻ തന്റെ പിതാക്കന്മാരെ പോലെ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊറബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയില്ല. യാബേശിന്റെ മകനായ ശല്ലൂം അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടായി. ജനത്തിന്റെ മുമ്പിൽ വെച്ച് അവനെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. സെഖര്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹോവ യേഹൂവോട്, നിന്റെ പുത്രന്മാർ 4-ാം തലമുറ വരെ ഇസ്രായേലിന്റെ സിംഹാസനത്തിൽ ഇരിക്കുമെന്ന് അരുളിച്ചെയ്ത വചനം ഇതാവുന്നു. അങ്ങനെ തന്നെ സംഭവിച്ചു. യഹൂദ രാജാവായ ഉസ്സിയാവിന്റെ 39-ാം ആണ്ടിൽ യാബേശിന്റെ മകനായ ശല്ലൂം രാജാവായി. ശമര്യയിൽ 1 മാസമാണ്. എന്നാൽ ഗാദിയുടെ മകനായ മെനഹേം തിർസയിൽ നിന്ന് പുറപ്പെട്ട് ശമര്യയിൽ വന്നു. യാബേശിന്റെ മകനായ ശല്ലൂമിനെ ശമര്യയിൽ വെച്ച് വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. ശല്ലൂമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവനുണ്ടാക്കിയ കൂട്ടുകെട്ടും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തിപ്സഹും അതിലെയുള്ള സകലവും തിർസ തൊട്ട് അതിന് ചേർന്ന പ്രദേശങ്ങളും ശൂന്യമാക്കി. അവർ പട്ടണം അതിൽ തുറന്നു കൊടുക്കായിക അവൻ അതിനെ ശൂന്യമാക്കുകയും അതിന്റെ ഗർഭിണികളെയൊക്കെയും പിളർന്നു കളയുകയും ചെയ്തു. യഹൂദ രാജാവായ അസര്യാവിന്റെ 39-ാം ആണ്ടിൽ ഗാദിയുടെ മകൻ മെനഹേം ഇസ്രായേലിന്റെ രാജാവായി. ശമര്യയിൽ 10 സംവത്സരമാണ്. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊറബെയാമിന്റെ പാപങ്ങളെ ജീവവരുന്ന് വിട്ടുമാറിയിരുന്നില്ല. അശ്ശൂർ രാജാവായ പൂൽ ദേശത്തെ ആക്രമിച്ചു. പൂൽ തന്നെ സഹായിക്കേണ്ടതിനും രാജ്യത്വം തനിക്ക് ഉറക്കേണ്ടതിനുമായി മെനഹേം അവന് 1000 താലന്ത് വെള്ളി കൊടുത്തു. അശ്ശൂർ രാജാവിന് കൊടുപ്പാൻ മെനഹേം ഈ ദ്രവ്യം ഇസ്രായേലിലെ ധനവാന്മാരോടൊക്കെയും 50 ശേക്കൽ വെള്ളി വീതം പിരിപ്പിച്ചു. അങ്ങനെ അശ്ശൂർ രാജാവ് ദേശത്ത് താമസിക്കാതെ മടങ്ങിപ്പോയി. മെനഹേമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തു നോക്കിയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. മെനഹേം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ മകനായ പെക്കഹ്യാവ് അവന് പകരം രാജാവായി. യഹൂദ രാജാവായ അസര്യാവിന്റെ 50-ാം ആണ്ടിൽ മെനഹേമിന്റെ മകനായ പെക്കഹ്യാവ് ഇസ്രായേലിന്റെ രാജാവായി. ശമര്യയിൽ 2 സംവത്സരമാണ്. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊറബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയിരുന്നില്ല. എന്നാൽ അവന്റെ അകമ്പടി നായകനായി രമല്യാവിന്റെ മകനായ പേക്കഹ് അവന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി. ഗിലെയാദിൽ 50 പേരെ തുണുകൂട്ടി ശമര്യ രാജധാനിയുടെ കോട്ടയിൽ വെച്ച് അവനെ അർഗോബിനോടും അരിയോടും കൂടെ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. പേക്കഹ്യാവിന്റെ മറ്റുള്ള വൃത്താന്തങ്ങൾ അവൻ ചെയ്തു നോക്കിയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. യഹൂദ രാജാവായ അസര്യാവിന്റെ 52-ാം ആണ്ടിൽ രമല്യാവിന്റെ മകനായ പേക്കഹ് ഇസ്രായേലിന്റെ രാജാവായി. ശമര്യയിൽ 20 സംവത്സരമാണ്. അവൻ യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു. ഇസ്രായേലിനെ കൊണ്ട് പാപം ചെയ്യിച്ച നെബാത്തിന്റെ മകനായ യൊറബെയാമിന്റെ പാപങ്ങളെ വിട്ടുമാറിയിരുന്നില്ല. ഇസ്രായേൽ രാജാവായ പേക്കഹിന്റെ കാലത്ത് അശ്ശൂർ രാജാവായ തിഗ്ലത്ത് പിലേസർ വന്ന് ഇയോനും ആബേൽ ബേത് മയഗയും യാനോവഹും കേദേശും ഹാസോരും ഗിലെയാദും ഗലീലയും നഫ്താലി ദേശം മുഴുവനും പിടിച്ച് നിവാസികളെ ബദ്ധരാക്കി അശ്ശൂരിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ഏലാവിന്റെ മകനായ ഹോശയ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി അവനെ ഉസ്സിയാവിന്റെ മകനായ യോഥാമിന്റെ 20-ാം ആണ്ടിൽ വെട്ടിക്കൊന്ന് അവന് പകരം രാജാവായി. പേക്കഹിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തു നോക്കിയും ഇസ്രായേൽ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ഇസ്രായേൽ രാജാവായ രമല്യാവിന്റെ മകനായ പേക്കഹിന്റെ 2-ാം ആണ്ടിൽ യഹൂദ രാജാവായ ഉസ്സിയാവിന്റെ മകൻ യോഥാം രാജാവായി. അവൻ വാഴ്ച തുടങ്ങിയപ്പോൾ അവന് 25 വയസ്സായിരുന്നു. അവൻ യെരൂശലേമിൽ 16 സംവത്സരമാണ്. അവന്റെ അമ്മയ്ക്ക് യെരൂശ എന്ന പേർ. അവൾ സാദോക്കിന്റെ മകളായിരുന്നു. അവൻ യഹോവയ്ക്ക് പ്രസാദമായുള്ളത് ചെയ്തു. തന്റെ അപ്പനായ ഉസ്സിയാവ് ചെയ്ത പോലെ ഒക്കെയും ചെയ്തു. എങ്കിലും പൂജാഗിരികൾക്ക് നീക്കം വന്നില്ല. ജനം പൂജാഗിരികളെ യാഗം കഴിച്ചും ധൂപം കാട്ടിയും പോന്നു. അവൻ യഹോവയുടെ ആലയത്തിന്റെ മേലത്തെ വാതിൽ പണിതു. യോഥാമിന്റെ മറ്റുള്ള വൃത്താന്തങ്ങളും അവൻ ചെയ്തു നോക്കിയും യഹൂദ രാജാക്കന്മാരുടെ വൃത്താന്ത പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. ആ കാലത്ത് യഹോവ അരാം രാജാവായ രസീനെയും രമല്യാവിന്റെ മകനായ പേക്കഹിനെയും യഹൂദയ്ക്ക് നേരെ അയച്ചു തുടങ്ങി. യോഥാം തന്റെ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവന്റെ പിതാവായ ദാവീദിന്റെ നഗരത്തിൽ അവന്റെ പിതാക്കന്മാരുടെ അടുക്കൽ അവനെ അടക്കം ചെയ്തു. അവന്റെ മകനായ ആഹാസ് അവന് പകരം രാജാവായി.